എന്താണ് പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. എന്താണ് ഖൈറുന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ആളുകൾ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണെന്നറിയുമോ? സ്വഹാബത്ത് ചോദിച്ചു, ഇല്ല നബിയേ, ഇല്ല നബിയേ. സമ്പത്തുള്ളവരാണോ, അതോ വലിയ സൗകര്യങ്ങളുള്ളവരാണോ, വലിയ തറവാട്ടുകാരാണോ, അതോ നല്ല ചുളിയാത്ത നല്ല കതറിട്ടുകൊണ്ട് നടക്കുന്നവരാണോ, സൗന്ദര്യമുള്ളവരാണോ? ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ആളുകൾ, ഏറ്റവും ഉത്തമരായ ആളുകൾ? ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഉത്തമരായ ആളുകൾ പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആരാണെന്നറിയുമോ? ആയുസ് നീട്ടിക്കിട്ടി, ഒരുപാട് വർഷം ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടി, ഒരുപാട് വർഷം ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടി. ആ ജീവിതത്തില് വഹസുന അമലുഹു, നല്ല നല്ല അമലുകൾ, സൽക്കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ചെയ്യാൻ അവസരം കിട്ടി. അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ. നമ്മളൊക്കെ എത്ര വർഷം ജീവിച്ചു, നമ്മളൊക്കെ എത്ര വർഷം ഇവിടെ ജീവിച്ചു എന്നതിൽ കാര്യമില്ല, എത്ര വർഷം ജീവിക്കും എന്നതിൽ കാര്യമില്ല. പിന്നെ എന്ത് ചെയ്തു നമ്മളെ കൊണ്ട് എന്ത് അമൽ ചെയ്യാൻ പറ്റി? അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അള്ളാഹു തആല പഠിപ്പിക്കുന്നില്ലേ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ആരാധിക്കാൻ വേണ്ടി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലേ മനുഷ്യരെ, ജിന്നുകളെ നാം പടച്ചിട്ടുള്ളത്. എന്തിനാണ് മനുഷ്യനെ അല്ലാഹു തആല പടച്ചത്? ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരെ അല്ലാഹു പടച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ചോദിക്കട്ടെ, എത്ര കാലം നമ്മൾ ഇവിടെ കഴിഞ്ഞു? എത്ര വയസ്സായി ഓരോരുത്തർക്കും? ഒന്ന് ചോദിക്ക്, ഓരോരുത്തർക്കും എത്ര വയസ്സായി? ഈ വയസ്സിന്റെ കാലയളവിൽ എന്തെല്ലാം അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ നിങ്ങളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ അതേ വേച്ച് നടന്നു പോകുന്ന ചില പ്രായം ചെന്ന ഉപ്പാപ്പമാരെ കണ്ടിട്ടില്ലയോ? പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടപാടെ പെട്ടെന്ന് ചെന്ന് വുളൂ ചെയ്ത് നിസ്കരിക്കുന്ന ഉമ്മുമ്മമാരെ നമ്മൾ കണ്ടിട്ടില്ലയോ? ഇനി അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ല, അത്രത്തോളം പ്രായമായി. എപ്പോഴോ അപ്പൊ നോക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ തസ്ബീഹ് മണി ഇങ്ങനെ മറിഞ്ഞു പോകുന്നത് കാണാം. എത്ര ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, മരിച്ചു കിടക്കുന്ന ഉമ്മമാര് അവരുടെ കൈ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും പോലെ വിരലുകളിൽ ചേർത്തിങ്ങനെ പിടിച്ചിരിക്കുന്നു. കാരണം ജീവിതകാലത്തിൽ സർവ്വസമയത്തും ചുണ്ടുകളും നാവുകളും ചലിപ്പിച്ചത്, അവരുടെ വിരലുകൾ ചലിപ്പിച്ചത് റബ്ബിന് ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരിക്കുന്ന നേരവും അവരാ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്ന സ്മരണയിലാണ് മരിച്ചത്. എത്രയോ കിടക്കുന്ന വളരെ പ്രായം ചെന്ന ഉമ്മമാർ നിങ്ങളിൽ പലരും ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടവനാണ്. എന്താണ്? നല്ല പ്രായം ചെന്ന ഉമ്മ, നല്ല പ്രായം ചെന്ന ഉപ്പ കിടക്കുകയാണ്, അനക്കമില്ല. ശ്വാസം ഇങ്ങനെ ഗർറെന്നും പറഞ്ഞ് ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട്. ആ ശ്വാസം സക്കറാത്തിന്റെ വലിയാണ്, ഒരു വല്ലാത്ത ഒരു എടുത്തൊരു വലിയുണ്ട്. ആ സമയത്തും അവരറിയാതെ കൈ ഇങ്ങനെ പൊങ്ങി അവരുടെ വയറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവെക്കുന്നു.
ചരിയുമ്പോഴും തിരിയുമ്പോഴും ആരെങ്കിലും അവരുടെ പേരൊന്ന് വിളിക്കുമ്പോഴും അവരുടെ അടുത്ത് വന്ന് നിന്ന് ഉറക്ക സലാം പറയുമ്പോഴും അറിയാതെ അവരുടെ കൈ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്, കൈ ഇങ്ങനെ കെട്ടുന്നുണ്ട്, ചിലരിങ്ങനെ കൈ കെട്ടി തന്നെ വെച്ചിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആയുസ് ഒരുപാട് നീട്ടിക്കിട്ടി, ആ ആയുസ് മുഴുവനും ഇബാദത്തുമായി നല്ല നല്ല അമൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമൽ, ആ അമൽ അധികരിപ്പിക്കുകയും ചെയ്തവരാ ഖൈറുന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് ഇത് കേട്ടപ്പോ ഒരു താല്പര്യം, ഒരു ചോദ്യം ചോദിക്കാൻ. എന്താണ്? അപ്പം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ, ഏറ്റവും ഖൈറായവർ ഒരുപാട് കാലം ജീവിക്കാൻ, ഒരുപാട് വയസ്സ് അള്ളാഹു കൊടുത്തു, ആയുസ് നീട്ടിക്കിട്ടുകയും അമൽ ചെയ്യാൻ